പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആലയത്തിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിൽക്കാനുള്ള അനുഗ്രഹം തന്നതിന് അമ്മയ്ക്കും ഈശോപ്പയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആശ ബിനു. ഞാൻ എറണാകുളം കണ്ടനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ജാക്കോബായ വിശ്വാസിയാണ്. എനിക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി നിൽക്കാൻ കിട്ടിയതിന് കോടാനുകോടി നന്ദി. എനിക്ക് അമ്മയുടെ അനുഗ്രഹം മൂലം എൻ്റെ പ്രൊമട്രിക് എക്സാം പാസ്സാകാൻ സാധിച്ചു. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അമ്മയും ആൻറ്റിയും വഴിയാണ്. പിന്നെ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 10 എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രൊമട്രിക് എക്സാം പാസ്സാകാൻ സാധിച്ചു. ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പായി നേർച്ച വസ്തുക്കളായ തൈലം നെയ്റ്റിൽ പൂശുകയും ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി സെൻറ്ററിൻ്റെ ആരും ചവിട്ടില്ലാത്ത സ്ഥലത്തിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഉടമ്പടി കാശുരൂപവുമായി എക്സാമിന് കയറിയത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ പ്രൊമട്രിക് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രാവശ്യം എനിക്കൊരു ചെറിയ സ്കോറിൻ്റെ വ്യത്യാസത്തിലാണ് പ്രൊമട്രിക് കിട്ടാതിരുന്നത്. രണ്ടാമത് ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായി ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ആ കാശുരൂപവും കൊണ്ടുപോയായിരുന്നു എക്സാം എഴുതുന്നതിന്. പിന്നെ എനിക്ക് പ്രൊമട്രിക് എക്സാം കിട്ടിക്കഴിഞ്ഞ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ മെഡിക്കൽ വന്നു. മെഡിക്കലിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ വന്നപ്പോഴാണ് ഒരു സാക്ഷ്യത്തിൽ ഒരു കുട്ടി പറയുന്നത് കേട്ടത്, TB എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്കാറ് ഒരിക്കലും നമ്മുടെ ഇതിൽ നിന്നും പോകത്തില്ല. എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ അത് സ്കാർ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ സാധിക്കുകയില്ല. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായി. കാരണം ചെറുപ്പത്തിൽ എനിക്ക് TB വന്നിട്ടുണ്ടെന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അതെൻ്റെ ചെറിയ പ്രായത്തിലായതുകൊണ്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ മുതൽ ഞാനിൻ്റെ ഉടമ്പടി തൈലം നെഞ്ചത്ത് പറ്റുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് ഞാൻ മെഡിക്കലിന് പോയി. മെഡിക്കൽ കിട്ടി. പിന്നീട് എനിക്ക് പോകാനുള്ള ബാക്കി പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഈ മാസം അടുത്ത സൺഡേ പോവുകയാണ്, 5-ാം തീയതി ഖത്തറിലേക്ക്. നേഴ്സാണ് ഞാൻ. നേഴ്സായിട്ടാണ് പോകുന്നത്. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം പ്രാർത്ഥിച്ച് അടുത്ത വീടുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റൽ വഴി എല്ലാം കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പുതിയകാവ് ആയുർവേദ ഹോസ്പിറ്റലിലെ ബൈസ്റ്റാൻഡേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വരുന്ന സഹായത്തിൻ്റെ ഇത് കാണുമ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതനുസരിച്ച് ഞാൻ സഹായിക്കാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി.